ഒതുക്കീസിന്റെ അടിവില്ലിൽ കിങ്ങിണിക്കുട്ടൻ വീണതിങ്ങനെ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധി വന്നതിന് തൊട്ടു പിന്നാലെ കിങ്ങിണിക്കുട്ടനെ കാണാനില്ല. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും യാതൊരു വിവരവുമില്ലാത്തതിനെ തുടർന്ന് KPCC ഇടപെട്ട് ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങിയാണെന്നാണ് വിവരം. കരുണാകരന്റെ സ്വന്തം മകനെന്ന് അവകാശപ്പെടുന്ന കിങ്ങിണിക്കുട്ടനെ കാണാനില്ല എന്നാണ് പരസ്യവാചകം. എന്താണ് സംഭവിച്ചത് എന്ന് ഒരു പിടിയുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും 53 ഷീറ്റ് ഞങ്ങൾ പിടിച്ചു എന്ന് പറഞ്ഞ ആ മഹാൻ എവിടെ പോയി? തിരുവനന്തപുരത്ത് പലയിടങ്ങളിലായുള്ള പല ചെറിയ ചെറിയ വീടുകളിൽ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് വിവരം. പുറത്തിറങ്ങാൻ വയ്യാത്തത്ര നാണക്കേടാണ്. ഇവന്റെ കിങ്ങിണിക്കുട്ടൻ എന്നുള്ള പേരും ആ വട്ടുതരവും ഒക്കെ മാറി ഏതാണ്ട് പക്വത വന്നു എന്നാണ് കുറച്ചെങ്കിലും പേർ കരുതിയത്. എന്നാൽ യാതൊരു മാറ്റവുമില്ല. ഇതാ പഴയ കിങ്ങിണി തന്നെയാണെന്ന് ഇയാൾ തെളിയിക്കുകയായിരുന്നു. ഇയാൾ കേക്കച്ചന്റെ അടിവിലിൽ കുടുങ്ങിയതോടുകൂടിയാണ് ഇയാളുടെ കണ്ടകശനി ആരംഭിച്ചത്. ഒതുക്കീശൻ എന്ന് പറയുന്ന ആ ഒതുക്കീശൻ പറയുന്നത് യഥാർത്ഥത്തിൽ കരുണാകരന്റെ അംശം വല്ലതും തെറിച്ച് ഉണ്ടായതാണോ ഈ കേക്കച്ചൻ എന്ന് പലരും സംശയിക്കാൻ കാരണം ആ കുടിലത കിട്ടിയിരിക്കുന്നത് ഈ കേക്കച്ചനാണ്. കാരണം അത്ര രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെയാണ് കരുണാകരനെ വിളിച്ചിരുന്നതെങ്കിൽ നമ്മുടെ കേക്കച്ചനെയും കുടിലതയുടെ കാര്യത്തിൽ അഗ്രഗണ്യനാണ് എന്നാണ് പറയുന്നത്. കാരണം അയാൾ വളർന്നു വന്നത് നമുക്കറിയാം. ആ മണി ചെയിൻ തട്ടിപ്പുകാരനിൽ നിന്നും പ്രതിപക്ഷ നേതാവിലേക്ക് വന്ന ആ വഴികളെന്ന് പറയുന്നത്, ആ യാത്രകൾ എന്ന് പറഞ്ഞാൽ അത്ര കഠിനമായിരുന്നു. ആ എക്സ്പോഷർ ഒന്നും കിങ്ങിണിക്ക് കിട്ടിയിട്ടില്ല. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി വന്ന കിങ്ങിണിക്ക് ആ ഇമ്മ്യൂണിറ്റിയോ റെസിസ്റ്റൻസോ അതല്ലെങ്കിൽ ആ ഒരു കൈയടക്കമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിലനിൽപ്പിനായി ആവണം കിങ്ങിണി കേക്കച്ചന്റെ വലയിൽപ്പെട്ടത്. കാരണം അയാൾക്കറിയാം ഇനിയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി അത്രത്തോളം കേരളത്തിലെ ജനങ്ങളെ വെറുപ്പിച്ചതുകൊണ്ട് ഏത് കുറ്റിച്ചൂലിൽ നിന്നാലും ഏത് അഡ്രസ്സവർ നിന്നാലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്കറിയാം, നമ്മളൊരു വലിയ ഗർത്തത്തിലേക്ക് പെട്ടെന്ന് വീഴാൻ തുടങ്ങുമ്പോൾ ആദ്യമേ കണ്ണി കണ്ട സ്ഥാനത്തിൽ ചാടിക്കറി പിടിക്കും ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി. ബാക്കിയെല്ലാം പിന്നീട് എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗർത്തത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് പിടിക്കാൻ പറ്റാവുന്ന ഇവന്മാർ മാത്രമേ ഉള്ളൂ ഇപ്പം അടുത്ത്. അങ്ങനെ ആ അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഈ ഒതുക്കീശന്റെ കൂടെ നിന്നില്ലെങ്കിൽ ഇവൻ ഒതുക്കിക്കളയുമെന്നും ഭയന്നാണ് നമ്മുടെ കിങ്ങിണിക്കുട്ടൻ കേക്കച്ചന്റെ നാവായി മാറിയത്. നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ ഈ ശത്രുക്കൾക്കെതിരെ അമേദ്യം വാരി എറിയുവാൻ ഉപയോഗിച്ചിരുന്ന 2 സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് PC ജോർജ് കാലഹരണപ്പെട്ടുപോയി, പിന്നെ പെണ്ണിത്താൻ അങ്ങ് കാസർഗോഡ് പോയി. ആ പഴയ ചൂടും ചൂരും ഒന്നും ഇല്ല. അങ്ങനെ പെണ്ണിത്താനെയും കൂട് തട്ടിയെടുത്തു. അന്നേരം ആ PC പോയ ഒഴിവിലേക്കാണ് നമ്മുടെ കിങ്ങിണിക്കുട്ടന്റെ വരവ്. ഒരു ചെറിയ PC ആകുവാൻ കിങ്ങിണിക്കുട്ടൻ ശ്രമിച്ചു, പക്ഷെ എല്ലാം സെൽഫ് ഗോളായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അഡ്രസ് ഇല്ലാതെ ഇങ്ങനെ മൂങ്ങി നടക്കുമ്പോഴാണ് കിങ്ങിണിക്കുട്ടന് കേക്കച്ചനായി ഇടപെട്ട്. കാരണം തലസ്ഥാന നഗരിയിൽ കേക്കച്ചന്റെ സിൽബന്തിയെ വെക്കാതെ DCC പ്രസിഡന്റ് പോലും ഇല്ലാത്ത ഒരു ഗതികേടിലാണ് ആ പ്രസ്ഥാനം. അടുത്തതും പിണറായി വരുമെന്ന് ഉറപ്പുവെച്ച് പറഞ്ഞ DCC പ്രസിഡന്റ് അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, ആ നാഥൻ ഇല്ലാതിരിക്കുന്നിടത്ത് ആണ്, ആ ഒരു ഗ്യാപ്പിലേക്കാണ് കിങ്ങിണിക്കുട്ടനെ പതുക്കെ പ്രതിഷ്ഠിച്ചത്. അങ്ങനെ ഒരു പാരലായി കേക്കച്ചൻ കിങ്ങിണിയെ വളർത്തി ശക്തി പകർന്ന് KPCC അധ്യക്ഷന്റെ സ്ഥാനത്ത് ഒരു പാവപ്പെട്ട ഒരു അരമന കുഞ്ഞാട് ഇരിക്കുന്നത് കൊണ്ട് അയാൾക്ക് അങ്ങനെ മുഖത്തടിച്ച പോലൊന്നും സംസാരിക്കാൻ ശേഷിയില്ല എന്നറിയാം. അന്നേരം ആ ഗ്യാപ്പ് കയറി ഗോളടിക്കാമെന്ന് കരുതി ഇയാളെ വളർത്തിക്കൊണ്ടുവന്നതാണ്. ഇപ്രകാരം പ്രസ്താവനകൾ നടത്തി അവസാനം നാണം കെട്ട പരാജയം തലസ്ഥാന നഗരിയിൽ UDF ഏറ്റുവാങ്ങി. സ്ഥിതി മെച്ചപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞതിൽ ഇവർ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത കൊല്ലത്തും കോഴിക്കോടും വരെ ഇത്രയും വലിയൊരു വിജയം ഉണ്ടാകുമ്പോൾ തലസ്ഥാന നഗരിയിൽ, ഓർക്കണം, ഇവരുടെ എല്ലാ പ്രമുഖ നേതാക്കന്മാരും ഇരിക്കുന്ന KPCC ആസ്ഥാനം ഇരിക്കുന്ന തലസ്ഥാന നഗരിയിൽ തന്നെ ഇത്രയും നാണം കെട്ട പോലെ തല പോയിട്ട് ഉടലെല്ലാം റെഡിയാണ്, തല പോയി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? തല ആമ്പിള്ളാരുടെ കഷത്തിലായി.
ഉടലിനി അവൻ ബാക്കി കൊണ്ടുപോയിക്കോളും. അതുപോലെ ആ തല നഷ്ടപ്പെടുത്തിയ ആ നാണം കെട്ടവൻ ആണ് രാഹുലിനെ തേജോവധം ചെയ്തുകൊണ്ടെന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ ഉച്ചിഷ്ടം വി ഡി സതീശൻ ഇട്ടുകൊടുക്കുമെന്ന് പ്രതീക്ഷിച്ച് നിന്ന് ആ കിങ്ങിണിക്കുട്ടൻ ഇന്ന് അബദ്ധത്തിൽ ചെഞ്ചാടി. ഇപ്രകാരം കിങ്ങിണിയെ കുഴിയിൽ ചാടിക്കാൻ മറ്റൊരു ബുദ്ധിയും കൂടിയുണ്ട്. കാരണം ഈ കേക്കച്ചൻ എന്ന് പറയുന്നവനെതിരെ ഒരു വലിയ ജനരോക്ഷമുണ്ട് എന്നറിയാം. അതുകൊണ്ടാണ് ഇവന്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും, ഓർക്കുക, സ്വന്തം മണ്ഡലത്തിൽ പോലും BJP ജയിച്ച ഒരു പ്രതിപക്ഷ നേതാവ്, ഓർത്തു നോക്കുക, ഇവന്റെ സ്വന്തം നാട്ടിൽ ഇവൻ എന്താ വിലയുള്ളതെന്ന് മനസ്സിലാക്കുക. ഈ അപകടം മണത്ത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പണി വന്ന് ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് വരാൻ സാധ്യതയുള്ള കൂട്ടത്തിൽ ഈ കിങ്ങിണിക്കുട്ടനും ഉസ്മാൻ രമേശും KCയും ഒക്കെ നിൽക്കുമ്പോൾ അതിലൊരു സാധ്യതാ പട്ടികയിൽ ഒരു സമയത്ത് ഇവൻ പക്വത കാണിച്ച് ഏതാണ്ട് പഴയ വട്ടുതരമൊക്കെ മാറി എന്ന് ജനങ്ങൾക്ക് ഒരു തോന്നലുളവാക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് സത്യം പറഞ്ഞാൽ ഇവനൊരു പൊട്ടൻഷ്യലായിട്ട് ഫീൽ ചെയ്ത് ഇവനെ ഒതുക്കുവാൻ വേണ്ടി തന്നെയാണ് എന്നേക്കുമായി ഒരു രാഷ്ട്രീയ വനവാസത്തിന് വിടുവാൻ വേണ്ടിയാണ് തിരുവനന്തപുരത്തെ ചുമതല കൊടുത്തത്. കാരണം തിരുവനന്തപുരത്ത് 8ന്റെ പണി കിട്ടുമെന്ന് കൃത്യമായി കേക്കച്ചൻ അറിയാം. കാരണം അതുപോലത്തെ ചെയ്തികളാണ് അവിടെ ചെയ്തു വെച്ചേക്കുന്നത്. കാരണം കോൺഗ്രസ്സുകാരന്മാർ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്ന അവസ്ഥ ഉള്ള ആ സാഹചര്യത്തിൽ പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് കേക്കച്ചൻ കിങ്ങിണിക്ക് ആ ഒരു അവസരം കൊടുത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കിങ്ങിണിക്ക് 8ന്റെ പണി കിട്ടി. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? കിങ്ങിണിക്കുട്ട, ദൈവമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. പണ്ടൊക്കെയായിരുന്നു പിന്നെ ഇപ്പോഴൊക്കെ സ്പോട്ടിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ആണ് കാര്യങ്ങൾ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് രാഹുൽ ശക്തനായി തിരിച്ചു വരും. പക്ഷെ ആ കിങ്ങിണിക്കുട്ട നീയോ, നീ നിന്നാൽ നിന്റെ വീട്ടുകാർ പോലും നിനക്ക് വോട്ട് ചെയ്യുവോ? ആലോചിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.